ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കൊത്തവരക്ക പെരിയാണ് വെക്കാൻ പോണത്. ഇങ്ങനത്തെ കൊത്തവരക്കില്ലേ, അങ്ങനത്തെ കൊത്തവരക്ക ഇങ്ങനെ പൊടിപ്പൊടിയായി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്പൂണ് ചെറുപരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുക്കർ വെച്ചിട്ടുണ്ട്, അടുപ്പ് കത്തിച്ചു. ഇനി നമുക്ക് അങ്ങനെ പൊടിപ്പൊടിയായി അരിഞ്ഞ് കൊത്തവരയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചെറുപയർ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്, അതും നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടിട്ടുള്ളൂ, ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു വിസിൽ വെക്കാം കേട്ടോ. കൊത്തവരയ്ക്ക ഒന്ന് ഉടഞ്ഞു പോകാതെ വേവിക്കണം. വേഗം വേണം, ഉടഞ്ഞു പോകാനും പാടില്ല. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരേക്ക് വയ്ക്കാം. കൊത്തവരയ്ക്ക വേകുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുക്കുക. വലിയ പച്ചമുളകാണെങ്കിൽ ഒരു 4 എടുക്കുക. ചെറിയ പച്ചമുളകായ കാരണം ഞാനിതങ്ങനെ ഒരു 5 എടുത്തിട്ടുണ്ട്. ഒരു 3 വെളുത്തുള്ളി വലുതായിട്ടുള്ളത്, ഇതും കൂടി ഇടുക. എന്നിട്ട് കുറച്ച് തേങ്ങ, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് വരാം കേട്ടോ. ഇതെല്ലാം കൂടെ ചതച്ചത് അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മാറ്റി വെച്ചിട്ട് നമുക്ക് ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം. ചീഞ്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് ഈ ചതച്ച് വെച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമുക്ക് ഈ ചതച്ച് വെച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ, സൂപ്പറായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് വറമുളക് 2 വറമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. തീയൊന്ന് കുറച്ച് വെക്കാം കേട്ടോ. എനിക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഒന്ന് അങ്ങനെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കൊത്തവരയ്ക്ക വേവിച്ചത് ഇട്ട് കൊടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം മാറ്റിയ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അവരൊക്കെ സൂപ്പറായി വെന്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. സൂപ്പറായിട്ടുള്ള നമ്മുടെ കൊത്തവരയ്ക്ക റെഡിയായി. ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ചോറ്, രസം, സാമ്പാർ, മോരുകൂട്ടാൻ, മോരുകറി, രസകാളൻ, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ. നല്ലൊരു മണം വരുന്നുണ്ട്. പൊരിയൽ സൂപ്പറായി. ഈ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കൊത്തവരയ്ക്ക പൊരിയൽ ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടെ കരിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം.
കൊത്തവരക്ക പൊരികൾ റെഡിയായി. നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. സൂപ്പറായിട്ടുള്ള കൊത്തവരക്ക പൊരിയിൽ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കൊത്തവരക്ക അരിഞ്ഞ് വെച്ചാൽ അരിയുന്ന ഇത്തിരി ബുദ്ധിമുട്ടേ ഉള്ളൂ, പെട്ടെന്നാകും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.